ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടേജിനിടെയാണ്. അപ്പോൾ രാവിലെ റാഗിപ്പുട്ട് റോബസ്റ്റ പഴമാണ് കഴിച്ചത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചീനി പുഴുങ്ങിയതുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ലഞ്ചിന് നമ്മൾ വീട് തൊട്ടപ്പുറത്തൊരു ബിരിയാണി കടയൊക്കെ ഉള്ളൊരു നെയ്ബറുണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ബിരിയാണിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഇപ്പം കായംകുളത്താണ് ഉള്ളത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ വന്ന ടൈമിൽ അവിടെ നിന്ന് കുറച്ച് ബിരിയാണിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ബിരിയാണിയാണ്. അത് കഴിച്ചു, എൻ്റെ ഫേവറേറ്റാണ് ബിരിയാണി. പിന്നെ വൈകുന്നേരമൊക്കെ അപ്പോൾ അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പം നല്ല ചൂട് പപ്സും അതുപോലെ തന്നെ കട്ട്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇതെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറി തന്നെ ഉണ്ട്. കാരണം പണ്ട് കോളേജിൽ നിന്ന് വരുന്ന ടൈമിൽ ഞാൻ എൻ്റെ കയ്യിൽ ബാലൻസ് എന്തെങ്കിലും പൈസ നമുക്ക് വണ്ടിക്കുള്ളിയുടെ ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ആ കടയിൽ കയറിയിട്ട് ഞാൻ ഇത് വാങ്ങിക്കുമായിരുന്നു. കാരണം എനിക്ക് അന്ന് നാൾ മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കട്ട്ലേറ്റും. അതുപോലെ ആ കടയിൽ തന്നെ പപ്സ് എനിക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ് എനിക്ക്. ഞാൻ ഈ നാട്ടിലുള്ള ടൈമിൽ അത്രയ്ക്കും ടേസ്റ്റാണ് അന്ന് ഇന്നും എല്ലാം. ഈ പപ്സ് ഈ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരമുണ്ട് എൻ്റെ പൊന്നു, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ഇതിൻ്റെ കട്ട്ലേറ്റിൻ്റെ പപ്സിൻ്റെ ലവേഴ്സിനെ അതിന് മനസ്സിലാവത്തുള്ളൂ. ഇത് കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് ഉണ്ട്, അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വാട്ടേജിൻ്റെ പറഞ്ഞിട്ടൊരു കഥ വന്ന്